തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോണത്. ആദ്യത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വേഗം റെഡിയാവുക. നമുക്ക് ജഡായുപ്പാറ കാണാനാണ് കേട്ടോ ഒന്ന് പോണത്. ലഞ്ച് നമുക്ക് വഴിയോരക്കടയിൽ നിന്ന് കഴിക്കാന്നാണ് സിസ്റ്റർ പറഞ്ഞത്. വഴിയോരക്കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറലായിട്ടുള്ള ഒരു ഷോപ്പാണല്ലോ. അതുപോലെ തന്നെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ തന്നെ വഴിയോരക്കടയിൽ ഒരുപാട് വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം അനിയത്തിയാണ് കേട്ടോ നോക്കിയത്. നല്ല കടലക്കറിയും പുട്ടും ഉണ്ടാക്കി തരാന്നാണ് കേട്ടോ അവള് പറഞ്ഞത്. അപ്പൊ പുട്ടെന്ന് വെച്ചാൽ ചിരട്ടപ്പുട്ടാണ് കേട്ടോ അവൾ ഉണ്ടാക്കാറ്. ലച്ച് എപ്പോഴും കുഞ്ഞമ്മടെ പറയുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താ നീ എന്താ കൊക്കാണോ ഒറ്റക്കാലിൽ നിൽക്കണതെന്ന് എപ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ രണ്ടുപേരും ഉണ്ടാവും കേട്ടോ. ലച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അവരുടെ കിച്ചണിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എവിടെയൊക്കെ വെച്ചേക്കണം എന്ന് അവൾക്ക് കറക്റ്റായിട്ട് അറിയാം. സേതുവണ്ണും ഉണ്ണിക്കുട്ടനും കൂടെ TV കണ്ടുകൊണ്ടിരിക്കുക. സേതുവണ്ണ് പുട്ട് വേണ്ടാന്നുണ്ട് ഗ്രനോളയാണ് കേട്ടോ എടുത്ത് കഴിക്കണത്. അതുപോലെ തന്നെ ലച്ചു അത് തന്നെ കഴിച്ചത്. ലച്ചുവിന് വലിയ ഇഷ്ടമൊന്നുമല്ല പുട്ട് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പം TV അവിടെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വർത്താനവും പറയുന്നുണ്ട്, അതൊക്കെയാണ്. അപ്പം ലച്ചുദേ അകത്തിരുന്ന് കുറച്ചു നേരം ഇരുന്ന് ഫോൺ നോക്കട്ടെ അമ്മ എന്നാണ്. അവൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ദേ നല്ല കടലക്കറിയായിരുന്നു, അതുപോലെ തന്നെ പുട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ദേ ഇതാണ് കേട്ടോ, ഈ ഒരു പുട്ട് ഒരെണ്ണം കഴിച്ചാൽ വയറങ്ങോട്ട് ഫില്ലായി പൊട്ടി പോവാറാവും കേട്ടോ. ഞാൻ ഇവളോട് പറഞ്ഞാൽ എനിക്ക് പകുതി മതിയിടി എന്ന് പറഞ്ഞിട്ട് അവൾ ഫുള്ള് കഴിക്കടി എന്ന് പറഞ്ഞ് ഇട്ട് തരികയാണ് കേട്ടോ. അനിയത്തിയുടെ ഹസ്ബൻഡൊക്കെ ഇവിടെയാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ടാണ് കേട്ടോ ഇവർ ഇവിടെ താമസിക്കുന്നത്. അപ്പം എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തുകൊണ്ട് പുട്ട് കണ്ടപ്പോഴത്തേക്കും ഒരു ചാഞ്ചാട്ടം പോലെ വന്നു കേട്ടോ. ഇത് കഴിച്ചാൽ കൊള്ളാം. അപ്പം ഞാൻ വേണോന്ന് വെച്ചപ്പോൾ ഇപ്പം വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം റെഡിയാവാനായിട്ട് പോയി, അല്ലെങ്കിൽ നമ്മൾ സമയം വൈകും. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഒരുങ്ങി എല്ലാ പണിയും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഓൾറെഡി എത്ര മണിയായിട്ടുണ്ട്, 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. എന്നാൽ പിന്നെ ലഞ്ചും കൂടെ കഴിച്ചിട്ട് നമുക്ക് ജഡായുപ്പാറയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വഴിയോരക്കട എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ കയറിയാണ് ഫുഡ് കഴിക്കേണ്ടത്. അനിയത്തി പറഞ്ഞാണ് ഞാൻ അറിയണത്, അല്ലാതെ ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. അത്രയും വൈറലായിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. അപ്പം നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്രോസ് തരാൻ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുകയാണ്, ഭയങ്കര തിരക്കുമാണ് കേട്ടോ ഈ കടയിൽ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്ന് ഇവിടെ തന്നെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പം സേതുവിന് വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ ഇങ്ങനെ ചോറ്, കറികൾ, സാമ്പാർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് എന്താവും എന്തോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നിന്നത്. എനിക്ക് എപ്പോഴും ഇങ്ങനെ സാധാരണ ഒരു കടയിൽ നിന്ന് എപ്പോഴും ഫുഡ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ആയിരുന്നു. അപ്പം അതായത് നമുക്കിവിടെ ഫാമിലിക്കൊക്കെ ഇത് ഇവിടെ വന്നിരിക്കാം കേട്ടോ. ഫാമിലി റൂം എന്നും പറഞ്ഞിട്ട് ഇവിടെ ഫാമിലീസാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരിക്കായിരുന്നു. എല്ലായിടത്തും ഫില്ലാണ് കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായല്ലോ. അപ്പം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി എന്നും പറഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ എന്താ സ്പെഷ്യൽ എന്നൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ബോർഡിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ നമ്മൾ അവിടെ ഇരുന്നു. അപ്പം അവരൊന്നും ചോദിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ സ്പെഷ്യൽ വേണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യണം. സാധാരണ നമുക്ക് ഇതൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അനിയത്തി പറയണത് എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും നമുക്ക് അതിൻ്റെ ഒപ്പം, അതായത് ഊണ് പറയണേ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു കപ്പ നമുക്ക് തരും കേട്ടോ, ഒരു കറി പോലെയുള്ളത്. ബാക്കി ഇതെല്ലാം നമുക്ക് സാധാരണ ഒരു ഊണ് പറയണവർക്കൊക്കെ കിട്ടണതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കപ്പ, ക്യാബേജ്, അവിയൽ, അങ്ങനെ എന്താ പറയുക തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറി ഉണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. എല്ലാത്തിനും നല്ല രുചിയായിരുന്നു. ഞാൻ എല്ലാം കഴിച്ചു കേട്ടോ. പിന്നെ നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. നമ്മൾ സ്പെഷ്യൽ പറഞ്ഞത് സേതുവിന് താറാവ് റോസ്റ്റ് പറഞ്ഞു, ഉണ്ണിക്കുട്ടൻ നത്തോലി ഫ്രൈയും ആണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മൾ കൂന്തലും പറഞ്ഞിട്ടുണ്ടായിട്ടോ. കൂന്തലിൽ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതേ നമ്മൾ ചോറ് മേടിച്ചിട്ടുണ്ടായി. പിന്നെ നമുക്ക് എക്സ്ട്രാ അവർ പരിപ്പ് കറി വേണം. പരിപ്പ് കറി ഈ ചെറുപയറിൻ്റെ കറിയില്ലേ, പിന്നെ രസം, സാമ്പാർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ചമ്മന്തി. അപ്പം ഉണ്ണിക്കുട്ടൻ പറയണതാണ് ചമ്മന്തിയും പപ്പടവും ചോറും കൂടെ കുഴച്ച് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണെന്നാണ് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞത്. അതുപോലെ തന്നെ എന്താ പറയുക മീൻകറി ഉണ്ടായി, അതായത് മീൻചാറ്, അതും ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ എനിക്ക് തേങ്ങ അരച്ച് വെക്കണ മീൻകറിയോട് വലിയ ഇഷ്ടമൊന്നുമല്ല. തേങ്ങ പാലെടുക്കണത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല. പക്ഷേ ഉണ്ണിക്കുട്ടനും ചീനും ഒക്കെ പറഞ്ഞ് എടുത്ത് കഴിച്ച് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് ഞാൻ അങ്ങോട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എന്ത് ടേസ്റ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ചോറും ആ ഒരു മീൻചാറും മാത്രം മതിയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് രുചിയായിരുന്നു ആ മീൻകറി. ഞാൻ പറഞ്ഞില്ലേ തേങ്ങ അരച്ച മീൻകറി എനിക്ക് ഭയങ്കരമായിട്ട്
ഇഷ്ടമല്ല കേട്ടോ. അതേസമയം പാലെടുത്ത് വെക്കണ ഇഷ്ടം. നമ്മുടെ ഡക്ക് റോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതും ഇതിലിപ്പോൾ നമുക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയില്ല. സേതുവണ്ണാണെങ്കിൽ എല്ലാം കഴിച്ചു. കപ്പയൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ. അതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സേതുവേട്ടൻ രണ്ടാമതും ചോറൊക്കെ വാങ്ങി കഴിച്ചു. അത്രയ്ക്ക് സേതുവേട്ടന് ഇഷ്ടപ്പെട്ടു. പായസം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ അടപ്പായസം ആയിരുന്നു. അതെല്ലാം കഴിച്ചു. ഇനി നമുക്ക് ജടായുപ്പാറയിലേക്ക് പോവാട്ടോ. രാവിലെ നമ്മൾ പോവാത്തത് ഭയങ്കര വെയിലായിരിക്കും എന്നാണ് കേട്ടോ അവള് പറഞ്ഞത്. കാരണം നമുക്ക് നിൽക്കുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 3 മണി ആയിട്ടുണ്ടാവണമെന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്. ജടായുപ്പാറയിലെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണി തൊട്ട് 5:30 വരെയാണ്. നമുക്കിവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ എടുക്കാൻ നമുക്ക് ഗൂഗിൾ പേ പറ്റില്ല, കാർഡ് പറ്റില്ല. നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ അവിടെ കൊടുക്കണം കേട്ടോ, അല്ലാതെ അവർ സമ്മതിക്കില്ല. ഇനി നമ്മളിനി പോണത് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഒരു ഫീസ് അടയ്ക്കാൻ ഉണ്ട് കേട്ടോ. അപ്പം അവിടെ എന്താ പറയുക, കേബിൾ കാറിൽ ഇതുവരെ നമ്മൾ കയറിയിട്ടില്ല എന്ന് ലച്ചു ആകെ എക്സൈറ്റഡ് ആയി. ലച്ചു അല്ല, ഞാനും സേതുവണ്ണൊക്കെ എന്താ പറയുക, ഇവർ നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിട്ട് ഉണ്ണിക്കുട്ടനും ചീനുമൊക്കെ. അപ്പം നമ്മളിത് കേബിൾ കാർ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ കേബിൾ കാറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒപ്പം ഒരു ഫാമിലീനെ അവർ ഒരു കേബിൾ കാറിൽ തന്നെ ആക്കാനായിട്ട് അവർ ശ്രമിക്കും കേട്ടോ. അപ്പം നമുക്ക് ഒന്നിച്ചിരുന്ന് യാത്രയൊക്കെ എൻജോയ് ചെയ്യാമല്ലോ. അത് വരണതും പോണതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ഓൾറെഡി അത് വരണ മുന്നേ പറഞ്ഞു തരും. നമ്പർ 3 ആണ് കേട്ടോ. നമുക്ക് 3 കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിൽ കയറണം. അല്ലാതെ നമുക്കിങ്ങനെ ഇങ്ങനെ തിരക്ക് പിടിക്കുകയൊന്നും വേണ്ട. നമുക്ക് നമ്പറൊക്കെ തരണ കാരണം സുഖമായിട്ട് കയറാം കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയാൻ പറ്റില്ല, ഫാമിലീസിനെ ഒന്നിച്ചിരുത്തണ കാരണം അത് നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ 6 പേരേനെയൊക്കെ ആയിട്ടാണ് തോന്നുന്നു കേട്ടോ ഈ ഒരു കേബിൾ കാറിൽ കയറ്റണത്. എന്തായാലും ലച്ചു ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലച്ചുവിന് ഈ ജടായുപ്പാറയിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ കേബിൾ കാറിൽ കയറിയതാണ് കേട്ടോ. ഞാൻ അവളോട് ചോദിച്ചായിരുന്നു എവിടെ പോയതാ ഇഷ്ടമായത്, എന്താ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചപ്പോഴത്തേക്കും ഈ കേബിൾ കാറിൽ കയറി പോയതാണ് ഇഷ്ടമെന്ന്. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജടായുപ്പാറയിൽ പോകുമ്പോൾ നമ്മൾ നമുക്ക് കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. നല്ല കട്ടിയുള്ള കുറേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കേബിൾ കാറിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമാണെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ വെയിലിൻ്റെ. അതായത് ഈ കേബിൾ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മളവിടെ സ്റ്റക്കാവും. എന്താണെന്ന് വെച്ചാൽ ആളുകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ കുറച്ച് നേരം അങ്ങനെ സ്റ്റക്കായി നിൽക്കേണ്ടി വരും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വലിയ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ജടായു എർത്ത് സെൻറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും കാടും പാറയും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. ആരെങ്കിലും പോണുണ്ടെങ്കിൽ ഇതിൽ കയറാൻ ശ്രമിക്കുക കേട്ടോ. ഈ ജടായുപ്പാറ കാണാൻ പോവുക, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ കേബിൾ കാറിൽ പോണതും അതെ കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചൂടിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അവിടെ 5:30 വരെ ഉള്ളല്ലോ സമയം. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഇപ്പോഴും ചൂട് തന്നെയാണ്. അപ്പോൾ എന്നാലും എന്താ പറയുക, നമ്മൾ കുറേ കുരങ്ങന്മാരേനെയൊക്കെ കണ്ടു കേട്ടോ. താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ അത്രയും ഉയരത്തിലേക്കാണല്ലോ പോണത്. പിന്നെ ഇവിടെ ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട് കേട്ടോ. അത് എപ്പോഴും ഒന്നും ഉണ്ടാവില്ലെന്നാണ് പറയണത്. എന്തെങ്കിലും വല്ല ഇവൻറ്റ്സ് ഒക്കെ വന്നാലാണ് അതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഓപ്പോസിറ്റ് വേറൊരു കേബിൾ കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോയി ആൾക്കാർ ഇറങ്ങണ സമയം നമ്മളൊന്ന് സ്റ്റക്കാവും കേട്ടോ. ചിലപ്പോൾ കാറ്റ് വരുമ്പോൾ ഇതൊന്ന് ഇളകുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കും പേടിയായി, ലച്ചുവിനൊക്കെ പേടിയായിട്ട് ഇതിങ്ങനെ ഇളകണ കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാണ്, ഇത് പോകണമെങ്കിൽ നിങ്ങൾ ജടായുപ്പാറ പോകണം. ഇതുപോലെ തന്നെ കേബിൾ കാറിലല്ലാതെ നമുക്ക് നടന്ന് കയറാം കേട്ടോ. എത്രയോ സ്റ്റെപ്സ് ഉണ്ട്. കറക്റ്റ് ഇതെനിക്കറിയില്ല. അത് സ്റ്റെപ്സ് വഴി കയറി പോവുകയും ചെയ്യാം. എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് അവിടെ ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് സ്റ്റാച്ചു കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുക. ഇറങ്ങുമ്പോഴും കയറുമ്പോൾ ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ആ ഇറങ്ങി ഫ്രണ്ടിലോട്ട് നടക്കാൻ അവർ പറയൂ കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി തിരക്കൊന്നും നമുക്ക് അനുഭവപ്പെടൂല കേട്ടോ. ആ വന്നിറങ്ങണവർ മാത്രമേ ഉണ്ടാവുള്ളൂ. തിക്കും തിരക്കും ഒന്നും കൂട്ടുമൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി 2 അടി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ആ ജടായുവിൻ്റെ കാല് കാണാൻ പറ്റും കേട്ടോ. കാലിലെ വിരല് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് കേട്ടോ. ആ സ്റ്റെപ്പ് അങ്ങോട്ട് കയറി കഴിഞ്ഞ് ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഞാൻ ആകെ ഷോക്കായി കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര അത്ഭുതവുമായി പോയി. ഇത്ര
ശരിക്കും വലുതാണോ എന്ന് വരെ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് തന്നെ കാണണം കേട്ടോ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് പേര് വന്ന് കണ്ടിട്ടുണ്ടാവും. ഞാൻ കാണാത്തവരോടാണ് കേട്ടോ പറയണത്. നമുക്ക് അതിൻ്റെ അടുത്ത് നിന്നാലേ മനസ്സിലാവുള്ളൂ. ആൾക്കാരൊക്കെ നിൽക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഉയരം എത്രയാണെന്നുള്ളതും പിന്നെ അതിൻ്റെ എന്താ പറയുക തൂവലും എല്ലാം നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ണും കൊക്കും അതിൻ്റെ ആ പക്ഷിയുടെ എക്സ്പ്രഷനൊക്കെ ഒരു റിയൽ ബേർഡിനെ പോലെ തന്നെയാണ് കേട്ടോ അവർ ചെയ്തു വെച്ചേക്കുന്നത്. പാറയുടെ മുകളിലാണല്ലോ ഇത് പണിത് വെച്ചിരിക്കുന്നത്. അത് കാരണം നല്ല ക്ലിയർ 360 വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ മൊത്തം പച്ചപ്പാണ് കേട്ടോ ഇവിടെ. നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാനും പറ്റിയ വ്യൂ ആണ്. ഇവിടെ നല്ലൊരു ഗാർഡൻ ഏരിയ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ, ഇതൊരു ആംഫി തിയേറ്റർ ആണ് കേട്ടോ. ഇവിടെ DJ ഒക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാൽ ഭയങ്കര കാറ്റും കൂടിയാണ്. ഇവിടെ കുറച്ച് തണലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം. നല്ല കാറ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നു കേട്ടോ. കുറച്ചൊന്ന് വെയിൽ ഇതാവട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഇരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ജടായുവിൻ്റെ ശില്പത്തിൽ അവിടെ ഇരിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. കുട്ടികളെ കയറ്റി നിർത്തേ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ ഒന്നും ഇരിക്കാൻ ഒരു കുഴപ്പമില്ല. 100-500 പേർക്ക് ഇരിക്കാൻ പറ്റിയ ആംഫി തിയേറ്റർ ആണ് കേട്ടോ ഇത്. ഇവിടെ നടന്ന പ്രോഗ്രാംസിൻ്റെ ഫോട്ടോസൊക്കെ അവർ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീറ്റാണ് കേട്ടോ. അവർ അപ്പം ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഐറ്റംസ് ഇവിടെ അലൗഡ് അല്ല കേട്ടോ. നമുക്ക് വെള്ളം വേണമെങ്കിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഹോട്ട് വാട്ടർ വേണോ, കോൾഡ് വാട്ടർ വേണോ, നോർമൽ വാട്ടർ വേണോ, അവിടെ നിന്ന് തന്നെ കുടിക്കുക. ഗ്ലാസ് അവിടെ നിന്ന് തന്നെ കളയുക കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ധാരാളം നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ടായി കേട്ടോ. പിന്നെ ലച്ചുവിന് തൊപ്പി വേണ്ടാത്ത കാരണം ഞാൻ അവളുടെ നിന്ന് പിടിച്ച് വാങ്ങി ഞാൻ വെച്ച് നടന്നപ്പോഴത്തേക്ക് അവൾക്ക് പിന്നെ ആവശ്യമായി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന്, ഇപ്പോൾ വെയിലൊക്കെ ആറിയിട്ടുണ്ട്, ഇഷ്ടംപോലെ നേരം നിന്ന് സുഖമായി നിന്ന് വർത്താനമൊക്കെ പറയാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്നാണ് ഒരു കുരങ്ങനെ കണ്ടത്. മരത്തിൻ്റെ മുകളിൽ കയറി. അപ്പം ഞാനോർത്ത് താഴെ വരട്ടെ എന്ന് ഓർത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ അവൻ വന്നില്ല. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ പിന്നെ താഴത്തേക്ക് പോകുന്നു കേട്ടോ. നമ്മൾ തിരിച്ചു വരുന്നത് കേബിൾ കാറിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഗെയിം കളിക്കാനായിട്ട് സേതു എണ്ണ ഉണ്ണിക്കുട്ടന് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. 200 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ചാൻസാണ് കേട്ടോ. അപ്പം അതേ ആദ്യത്തെ ബോൾ എറിഞ്ഞത് ഉണ്ണിക്കുട്ടനാണ് കേട്ടോ. നമുക്കൊന്നും കിട്ടിയില്ലായിരുന്നു. സേതട്ടൻ പറയാം, ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ മങ്കിയുടെയോ എലിഫൻറ്റിൻ്റെയോ കാലിൽ നോക്കി എറിയണം. അപ്പം കിട്ടുന്നതാണ് പറയണത്. അതിൻ്റെ നടുക്കൊരു വടി വെച്ചിട്ടുണ്ട്, അതിൽ മുട്ടാൻ പാടില്ല കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബോൾ വീണിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡോൾ അതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് ചാൻസ് ഉണ്ണിക്കുട്ടൻ്റെ ആയിരുന്നു. ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ ബോൾ എറിഞ്ഞത്. ഇപ്പം കിട്ടി എന്നാണ് കേട്ടോ ഞാനൊക്കെ വിചാരിച്ചത്. എവിടെ ഉണ്ണിക്കുട്ടന് കിട്ടിയില്ല, സങ്കടമായി. അടുത്ത് നമ്മുടെ സേതുവിൻ്റെ ചാൻസാണ് കേട്ടോ. സേതുവേട്ടൻ അങ്ങനെ പോയിട്ട് എറിയാൻ പോയി. അപ്പം വീണു, പക്ഷെ ആ വടിയിൽ തട്ടി, അതിൽ മുട്ടാൻ പാടില്ല കേട്ടോ. രണ്ടാമത്തെ ചാൻസ് ഇത് ഉണ്ണിക്കുട്ടനെ എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിലെന്തായാലും ഉണ്ണിക്കുട്ടന് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത്. ലച്ചുവിന് ആകെ ഇതായിട്ട് നിൽക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ലച്ചുവിനൊരു പവനെ കിട്ടുമല്ലോ. പക്ഷെ അതും കിട്ടിയില്ലായിരുന്നു കേട്ടോ. മിക്ക ആൾക്കാർക്കും കിട്ടുന്നുണ്ടായിരുന്നു.